ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ nathoonztips ആൻഡ് സ്റ്റിച്ചിങ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് മുട്ട വെച്ചിട്ടുള്ളൊരു 4 മണി പലഹാരവുമായിട്ടാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിളിക്കൂടാണ്. ഒരു 4 മണി പലഹാരം കിളിക്കൂടായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കിളിക്കൂടിന് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. സേമിയ, അപ്പോൾ അതിൽ വെക്കാനുള്ള കാടമുട്ട പുഴുങ്ങിയതാണിത്. കാടമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചതാണിത്. പിന്നെ അത് മുക്കി പൊരിക്കാനായിട്ടാണ് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെച്ചോക്കുന്നത്, ഇത് മുക്കി പൊരിക്കാനായിട്ട്. പിന്നെ അതിലേക്ക് എന്തൊക്കെ വേണ്ടത് നമുക്ക് നോക്കാം. കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കുറച്ച് സബോള വേണം. ഒരു രണ്ട് സബോള അരിഞ്ഞു വെച്ചതാണിത്. സബോള, പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചു വെച്ചതാണ്. പിന്നെ മല്ലിയില, വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ നമ്മുടെ ചിക്കൻ വേവിച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണിത്. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, വേവിച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ചോക്കണം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത്, അപ്പോൾ നമുക്ക് പിന്നെ ഇതൊക്കെ കൂടി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായി നമ്മുടെ സബോള നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള, പച്ചമുളക്, നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ ഇതും നമുക്കതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ മുളക് പൊടിയും സബോള നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഒന്ന് ഇട്ട് നന്നായി ചൂടായി വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രൈൻഡ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായി ഒന്ന് റോസ്റ്റ് ആവണ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് മല്ലിയില ഇട്ട് മല്ലിയില ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇടാം. മല്ലിയില ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മല്ലിയില ഇടണ്ട. ഞങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണ്. മല്ലിയില ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് മല്ലിയില ഇടുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് മല്ലിയില ഇട്ടോക്കണേ. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇല്ലാത്തവർ ഇടണ്ട കേട്ടോ. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഉടച്ചത് നമുക്ക് അതിലിട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഇളക്കി അത് ഈ മുളക് പൊടി, നമ്മുടെ ഈ സബോള ഇതൊക്കെ വാടിയത് അതിൽ പിടിക്കണ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായി ഒന്ന് മിക്സ് ആവണ വരെ. മിക്സ് ആയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് എല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നന്നായി ഇളക്കി ഒരുപോലെ ഒരുമിച്ച് മിക്സ് ആവണം. അതുവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനിടയിൽ കുറച്ച് മസാലപ്പൊടി, നമ്മുടെ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഇട്ട് ഇളക്കി നന്നായി ഒന്ന് കൂട്ടി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം. മുട്ട നന്നായി മിക്സാക്കി വയ്ക്കുക. ഉണ്ണി മാറ്റിയിട്ട് വെള്ള തന്നെ വേണമെങ്കിൽ വെള്ള തന്നെ ഇട്ടിട്ടായാലും മതി. പക്ഷെ ഞങ്ങളിവിടെ ഉണ്ണി അടക്കം ഇട്ടോക്കണം. അപ്പോൾ നന്നായി വെള്ളയും മഞ്ഞയും ഒരുമിച്ച് അടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ ഈ മാവ് നമ്മൾ കുഴച്ച് വെച്ച മാവിലേക്ക് നമ്മുടെ കാടമുട്ട പുഴുങ്ങിയത് ഓരോന്നും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായി പൊതിയുക. നന്നായി കോട്ടിങ് മുട്ട കാണാത്ത തരത്തിൽ നന്നായി മൂടി പൊതിഞ്ഞ് വെച്ചിട്ട് വേണം നമ്മുടെ എണ്ണയിലേക്ക് ഇടാനായിട്ട്. ഇപ്പോഴേക്കും നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് നന്നായി കൂട്ടിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇടാം. മറ്റേത് എണ്ണയിലേക്ക് ആദ്യത്തെ നമ്മുടെ കാടമുട്ട ഓരോന്നും നമുക്ക് ഇതുപോലെ പൊതിഞ്ഞ് കുറച്ച് ആവണ വരയ്ക്ക് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് വെച്ചതിന് ശേഷം അപ്പോഴേക്കും എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്കിത് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ പൊതിഞ്ഞ് വെക്കാം നമുക്ക് ഓരോന്നും എടുത്തിട്ട്. കാടമുട്ടയല്ല, ഇനിയും നല്ല സാധാരണ മുട്ട വേണമെങ്കിൽ വെച്ച് ഉണ്ടാക്കാം. സാധാരണ മുട്ട വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്കത് പീസാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചാലും മതി. അല്ലെങ്കിൽ ഒരു മുട്ട വെക്കുമ്പോൾ നമ്മുടെ കിളിമുട്ട എന്ന് കിളിക്കൂടിലെ മുട്ട എന്ന് പറയാൻ പറ്റില്ല, അത് വലുതായി ഇരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ കാടമുട്ട തിരഞ്ഞെടുത്തത്. അപ്പോൾ കാടമുട്ടയാകുമ്പോൾ നമ്മുടെ കിളിക്കൂടിൻ്റെ ഒരു ഇത് വരും, അല്ലെങ്കിൽ വലുതായി ഒരു ഷേപ്പായി വരും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അത് മുറിച്ച് പീസാക്കി വെച്ചാലും മതി, വലിയ മുട്ട പുഴുങ്ങി പീസാക്കി വെച്ചാലും മതി. ഞങ്ങളിവിടെ കാടമുട്ടയാണ് അതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ മുട്ട ഉപയോഗിക്കാം കേട്ടോ. ചെറിയ ഉരുളകളാക്കാണ് ഭംഗിയായിരിക്കുക. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നല്ല ചിക്കനും ഉരുളക്കിഴങ്ങ് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒരു കൂട്ടാണ് ശരിക്കും. ഇതിൽ ഫുള്ളും കട്ട്ലേറ്റിൻ്റെ കൂട്ട്, അതിൻ്റെ ഉള്ളിൽ കാടമുട്ട വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ആക്കണമെന്ന് മാത്രം. ശരിക്കും സെയിം കട്ട്ലേറ്റിൻ്റെ കൂട്ടാണ്. കട്ട്ലേറ്റ് പോലെയാണ് ഇതൊക്കെ റോസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇങ്ങനെ കൂടാക്കണമെന്ന് മാത്രം. സേമിയ പൊതിയണം. ഇനി നമ്മുടെ ഓരോ ഉരുളകളും നമ്മൾ അടിച്ച് വെച്ച നമ്മുടെ മുട്ടയിലേക്ക് മുക്കിയിട്ട് ഓരോന്നെടുത്ത് മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ സേമിയയിൽ നന്നായി ഉരുട്ടിയിട്ട് നന്നായി പൊതിയണം. അത് പൊതിയണ വരയ്ക്കും സേമിയ അതിൽ പിടിക്കുന്ന വരയ്ക്കും നമുക്ക് ഓരോന്നും ഇതുപോലെ ഇട്ട് ഉരുട്ടി നല്ല ഷേപ്പായതിന് ശേഷം അത് പിടിക്കാൻ ഇത്തിരി പാടുണ്ട്. വലിയ കുഞ്ഞു സേമിയ തരികളാക്കിയതാണ് നമ്മൾ സേമിയ മേടിച്ചില്ല, ചെറുതായി ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് പൊതിഞ്ഞതിന് ശേഷം നമ്മുടെ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ഉരുളകളും മുട്ടയിൽ മുക്കിയിട്ട് സേമിയയിൽ പൊതിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇതാണ്. ടേസ്റ്റായിട്ട് തിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സേമിയ നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. തിന്നുമ്പോൾ നന്നായി കടിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് സേമിയ ഉള്ളത് കൊണ്ട്. പിന്നെ ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റും കൂടിയാണ്. നമുക്കിതുപോലെ എല്ലാതും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. ഇത് സ്റ്റൗ നന്നായി കുറച്ചിട്ടിട്ട് വേണം ഇടണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് മൊരിഞ്ഞ് പോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സ്റ്റൗ നല്ല സ്ലിമ്മിലിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് മൊരിഞ്ഞ് പോയാൽ ഉള്ളിൽ വേവില്ല. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ വെന്തതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എന്നാലും സ്റ്റൗ കുറച്ചിട്ട് കൊടുക്കണം. ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളും ആൾക്കാരും കൂടുതലും ഞങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അധികം ഉണ്ടാക്കിയാണ്. കുറേ അധികം ഉണ്ടാക്കിയാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും തിന്നാൻ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കിളിക്കൂട് ഇതെവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നുണ്ട്. കണ്ടാക്കാൻ നല്ല ഭംഗിയിൽ കാണാനായിട്ട്. കിളിക്കൂടിൻ്റെ ഒരു മോഡലും നിറച്ച് ഇങ്ങനെ സേമിയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കും. അപ്പോൾ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു കിളിക്കൂടാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കുക. അതിനുശേഷം ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണും വരേക്കും. അപ്പോൾ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി